ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1.25 കപ്പ് റവയാണ്. ഞാൻ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി റവയിലേക്ക് 1.25 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ റവയൊക്കെ നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ദാ ഇതുപോലെ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് വേറൊരു ബൗളിലേക്ക് 3/4 കപ്പ് അവലും 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അവലൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് 5 മിനിറ്റ് നേരം ഇതും ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. 5 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ അവലും നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതാ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും നല്ല പുളിയുള്ള 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഈ സമയം ഒട്ടും വെള്ളം ചേർക്കാതെ വേണേ ഇത് അരച്ചെടുക്കാനായിട്ട്. അതുപോലെ നല്ല പുളിയുള്ള തൈര് കയ്യിലുണ്ടെങ്കിൽ അതെടുക്കണതാണ് ഏറ്റവും നല്ലത്. ഇനിതാ നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു കൂട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റവയില്ലേ, ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ 2-3 മിനിറ്റ് നേരം നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ദാ ഈ ഒരു പാകത്തിൽ കുറച്ചൊന്ന് കട്ടിയായിട്ടാണ് ഈ ഒരു മാവിരിക്കുക. നമ്മളിവിടെ തയ്യാറാക്കുന്നത് കോക്കനട്ട് ഇഡ്ഡലിയാണ്. നമ്മുടെ ഇഡ്ഡലിയൊക്കെ തയ്യാറായി വരണ സമയത്ത് ചെറിയൊരു പുളിരസം ഉണ്ടാവാനായിട്ട് 2 മണിക്കൂർ നേരം ഈ മാവ് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. നല്ല തണുപ്പൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ 1-2 മണിക്കൂർ നേരം കൂടുതലായിട്ട് മാറ്റി വയ്ക്കണേ. ഞാൻ പക്ഷേ ഇത് 2 മണിക്കൂർ നേരം മാത്രമേ മാറ്റി വയ്ക്കണുള്ളൂ. ഇനി മാവ് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇഡ്ഡലി തയ്യാറാക്കണ കൊണ്ട് ഈ ഇഡ്ഡലിയൊക്കെ സോഫ്റ്റായി വരാനായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ ഇഡ്ഡലി തയ്യാറാക്കാറില്ലേ, അതുപോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഈ വെള്ളമൊക്കെ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ഈ തട്ടിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുത്തിട്ട് ഈ മാവ് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. 15 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇത് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടയ്ക്കൊന്ന് പോവാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ, വളരെ സോഫ്റ്റായിട്ടുള്ള ഈ ഒരു തേങ്ങ ഇഡ്ഡലി. ഇതിന് നമ്മൾ ചേർത്തിട്ടുള്ള തേങ്ങയുടെ മണവും ടേസ്റ്റുമാണ് ഉണ്ടാവുക. കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. നമ്മളൊക്കെ കൂടുതലായിട്ടും അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചെടുത്തിട്ടല്ലേ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുക. അപ്പോൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർക്കാനൊക്കെ മറന്നു പോകുവാണെങ്കിൽ ഇനി ഈ ഒരു രീതിയിലും ഇഡ്ഡലി തയ്യാറാക്കാമല്ലോ. ഇങ്ങനെ തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. പുതിയ രുചിയിൽ ഇഡ്ഡലിയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു തവണ ഈ ഒരു കോക്കനട്ട് ഇഡ്ഡലിയും ഒന്ന് തയ്യാറാക്കി നോക്കണേ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. താങ്ക്